ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തന്നെ സരി ചാടി എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെന്താ ഇവിടെ വന്ന് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇവിടെ കിടക്കുന്ന ഒരാളെ കാണാൻ വന്നതാ, താരാൻറ്റിനെ. അപ്പം നീ ഇവിടെ പ്രസവിച്ച് കിടക്കുകയെന്ന് പറഞ്ഞു, നിന്നെ കുഞ്ഞിനെ അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കുഞ്ഞെ കണ്ടിടാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത് എന്ന് പറയാണ്. മനോഹറിനെ കൊത്തി വെച്ച പോലത്തെ ഒരു കുഞ്ഞെന്ന് പറയുമ്പോഴേക്കും, അതേടാ എൻ്റെ ഭർത്താവിനെ പോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞുള്ളത്, അല്ലാണ്ട് നിന്റെ ഭാര്യ പ്രസവിച്ച വല്ലവരും പോലത്തുള്ള കുഞ്ഞൊന്നും അല്ല എൻ്റെ മോളെ. മോൾ എന്തൊക്കെയാ പറയണത് എന്ന് ഷാരി പറയുമ്പോൾ, അവൾ പറയട്ടെ എടി, ഞാൻ ഇതിനെ നിന്നെ തിരിച്ചു മറുപടി എന്ന് പറയുന്നില്ല. കഷ്ണം നിനക്ക് തിരിച്ചടി കിട്ടാനുള്ള സമയമൊക്കെ ഇപ്പോഴേ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് പെട്ടെന്ന് തന്നെ വരും. പിന്നെ ഇങ്ങനെ കിടക്കുമല്ലേ, അതിന് ഞാൻ തിരിച്ച് മറുപടി ഒന്നും പറയണില്ല. നീ റെസ്റ്റ് എടുത്തോ, എന്നാ ശരി ഞാൻ പോകുക. ശരി മോനെ എന്ന് ഷാരി പറയുന്നുണ്ട്. അങ്ങനെ കിരൺ അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പോഴേക്കും സരിയെ ചോദിക്കണ്ട്, അവനേക്ക് എന്തിനാ അമ്മ അകത്ത് കയറ്റി വിളിച്ചത്? മോളെ പറഞ്ഞില്ലേ, അവനെ അവിടെ വന്നത് ആ താരനെ കാണാൻ വേണ്ടി. ഇല്ല, താരാന്ന് പറഞ്ഞവള് ഇങ്ങോട്ടെങ്ങാനും കയറി വരോ? കയറി വന്ന അവളെ അകത്ത് കയറ്റരുത് കേട്ടല്ലോ അമ്മേ. അത് മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ കാണിക്കാൻ നിൽക്കരുത് എന്ന് പറയാണ്. ആ സമയത്ത് ഷാരി മനസ്സിൽ എങ്ങനെ വിചാരിക്കണം, അവരൊക്കെ എപ്പോഴേ വന്നു പോയി എന്ന രീതിയിൽ മനസ്സിൽ വിചാരിക്കുകയാണ്. സരിയോ പറയണ്ട, മിക്കവാറും അവൾ കയറി വരുമായിരിക്കും എന്നെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. നാശം പിടിച്ചവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ അന്ത്യമായിരിക്കും അന്ത്യം എന്ന് സരിയോ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജുവിനെയും അതുപോലെ തന്നെ പാറുവിനെയാണ്. അവർ ചെസ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കിരണും കല്യാണിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിൽ കിരണ് ചോദിക്കണ്ട, എങ്ങനെയുണ്ട് ഇപ്പോൾ താരാൻറ്റിക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളവിടെ പോയപ്പോഴേക്കേ സരിവിനെ കാണാൻ പോയായിരുന്നു. എങ്ങനെയുണ്ട് മോനെ കുഞ്ഞ് എന്ന് നമ്മുടെ ദീപ ചോദിക്കുമ്പോഴേക്കും, കുഞ്ഞ് എന്താണെന്നറിയില്ല, അവനെ എടുത്ത് വെച്ചേക്കണ പോലത്തെ ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും ബൈജു പറയണ്ട, അതെങ്ങനെ വരുള്ളൂ, ഈ അച്ഛനൊക്കെ നഷ്ടപ്പെടാൻ പോണ കുഞ്ഞ്, അച്ഛൻ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം അവരെ പോലെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. പിന്നെ ഒരു കാര്യം നടന്നു, കുഞ്ഞിൻ്റെ അമ്മുമ്മ വന്ന് കണ്ടു. ഏതമ്മുമ്മ? രണ്ടമ്മുമാരുണ്ടല്ലോ എന്ന് ബൈജു ചോദിക്കുമ്പോൾ, എടാ ഒറിജിനൽ അമ്മുമ്മ. അതെങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നോക്കിയപ്പോഴേക്കും താരാൻറ്റിക്ക് കാണണമെന്ന് പറഞ്ഞു. സരി നല്ല ഉറക്കമായിരുന്നു, ആ സമയത്ത് പോയി കണ്ടു. താരാൻറ്റി കുഞ്ഞിനെ ഒന്ന് എടുത്തു ചെയ്തു എന്ന് പറയാണ്. അതേതായാലും നന്നായി എന്ന് ദീപ് പറയണ്ടേ, എന്നാലും താരക്ക് കാണാൻ പറ്റിയല്ലോ കുഞ്ഞിനെ എന്ന് പറയാണ്. എന്നാലും അവളുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല എന്ന് പറയാണ്. ആ സമയത്ത് ബൈജു പറയണ്ട, നാളെ പിന്നെ മറ്റേ അഹങ്കാരുടെ കല്യാണമാണല്ലോ, പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, അമ്മ വരുന്നില്ലേ എന്ന് നമ്മുടെ കിരൺ ചോദിക്കുകയാണ്. നടക്കാത്ത കല്യാണത്തിന് ഞാൻ എന്തിനാ മോനെ വരുന്നത് എന്ന് പറയാണ്. എന്തായാലും ഞങ്ങളൊന്നും അവിടേക്ക് പോകുന്നുണ്ട്. എല്ലാ അളിയാ, നാളെ അപ്പം നാടകം പൊളിയോ? നാളത്തോടെ പ്രകാശം പാപ്പരാകോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിയില്ലടാ. അല്ല, കാർത്തികയുടെ അമ്മയുടെ പ്ലാനാണ്, എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. എന്തായാലും ഞാനും കല്യാണി നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നുണ്ട്, നാളെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമല്ലോ എന്ന് പറയാണ്. അതേതായാലും നന്നായി. അമ്മ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല മോനെ, എന്തായാലും നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയാണ്. എന്തായാലും നാളത്തോടെ പ്രകാശം പാപ്പരാവോന്ന് അറിയില്ല. എന്തായാലും മാത്രമല്ല, പ്രകാശനെങ്കിൽ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് 12 ലക്ഷം രൂപയാണ് കടം വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് വിക്രത്തിനെ സ്വാതി പറ്റിച്ചപ്പോൾ 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ പൈസ കല്യാണിയാണ് കൊടുത്തത്. ഇനി എന്താ ഈ പൈസ അടക്കാൻ എന്ത് ചെയ്യുമെന്ന് ഒന്ന് കാണണം എന്ന് പറയാണ്. മിക്കവാറും അയാൾ പാപ്പരായിട്ട് വഴിയരികിൽ ഭിക്ഷാടനത്തിന് നിൽക്കുമായിരിക്കും. ആ സമയത്ത് അമ്മയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും അയാളുടെ 2 കവിളത്ത് മാറി മാറി അടിക്കണം എന്നൊക്കെ പറയുകയാണ് കിരൺ. അതിനുശേഷം കിരൺ അകത്തേക്ക് കയറി പോവാണ്. കല്യാണിയും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ അമ്മൂമ്മേനെയാണ്. അമ്മൂമ്മ രാത്രിയൊക്കെ താലിമാല എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താലിമാല കണ്ണും വീഴ്ചിങ്ങനെ നോക്കുവാട്ടോ. അത് കണ്ടുകൊണ്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താമ്മേ രാത്രി ഉറങ്ങാതെ ഈ താലിമാല നോക്കിക്കൊണ്ടിരിക്കണത്? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ നോക്കിയതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ താലിമാല എടുക്കാൻ പോണ സമയത്ത് എനിക്കും കുറച്ച് ഗോൾഡൊക്കെ എടുക്കണമായിരുന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മരുമകളാവാൻ പോലെ കോടീശ്വരടാ, അപ്പം എനിക്കും അതിൻ്റെ ഒരു പ്രൗഢിയൊക്കെ വേണ്ടിടാ, പിന്നല്ലാതെ വേണം എന്ന് പറയാണ്. മാത്രടാ, എൻ്റെ കളറൊക്കെ അങ്ങോട്ട് പോയെന്നേ. മുമ്പ് കുറച്ചുകൂടി നല്ല കളർ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ. പണമൊക്കെ വരുമ്പോഴേക്കും കളറൊക്കെ ഓൾറെഡി വന്നോളും. എടാ, നാളെ എന്നെ മറ്റടുത്ത് കൊണ്ടുപോവാം. എവിടേക്ക്? ബ്യൂട്ടി പാർലറിലേക്ക്, മുഖമൊക്കെ മിനിക്കണം വെളുപ്പിക്കുന്ന സ്ഥലത്തേക്ക്. എൻ്റെ അമ്മയെ നാളെ രാവിലെ ഞാൻ കൊണ്ടുപോവാം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് വരും കേട്ടോ. കാർത്തിക വരുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, മോളെ അമ്മ പറയായിരുന്നേ നാളെ രാവിലെ അമ്മക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന്. അയ്യോ, അവിടെ ഒന്നും പോകണ്ട അമ്മുമ്മേ, നാളെ ഒരു നല്ലൊരു ബ്യൂട്ടീഷ്യൻ ഞാൻ ഇവിടെ വരുത്താം, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ബ്യൂട്ടീഷ്യൻ ഞാൻ ഇവിടെ വരുത്താം എന്ന് പറയാണ്. ആ സമയത്ത് അത് മതി മോളെ എന്ന് അമ്മൂമ്മ പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ രാജപ്പണ്ണനും ബാലണ്ണനും ഒരുക്കണത്, അവർ നന്നായിട്ട് ഒരുക്കും എന്ന് പറയുമ്പോൾ, അച്ഛാ അമ്മ ആദ്യമായിട്ട് അച്ഛനെ കാണാൻ പോണത്, അപ്പം അച്ഛൻ നല്ല സുന്ദരനായിരിക്കണം, ഫോട്ടോയെ കണ്ണേക്കാളും ഭംഗിയായിരിക്കണം, ബ്യൂട്ടീഷ്യൻ ഒരുക്കണത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോനെ കാണേക്കാളും ഭംഗിയാ എൻ്റെ മോനെ നേരിട്ട് കാണാനായിട്ട് എന്ന് അമ്മൂമ്മ പറയും കേട്ടോ.
അതിനുശേഷം പ്രകാശം പറയുന്നുണ്ട്, അല്ല മോളിത് എവിടേക്കാ പോണത്? ആ അതെയോ, അമ്മ ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലൈറ്റില് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ടേക്കോ? ഇങ്ങോട്ടേക്കല്ല അച്ഛാ, അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഞാൻ നേരെ പോണത് ഹോട്ടലിലേക്കാ. അതിന് മോള് ഹോട്ടലിലേക്ക് പോണത്, അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നൂടെ? അയ്യോ അത് പറ്റില്ല അച്ഛാ, നാളെ രാവിലെ കല്യാണമല്ലേ, അപ്പോൾ നാളെ രാവിലെ അമ്മേനെയും കൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ മോളും വരുന്നില്ല ഇന്ന്? ഇല്ല അച്ഛാ, ഞാൻ പെണ്ണിന്റെ വീട്ടുകാരല്ലേ, അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ വേണ്ടേ എന്നൊക്കെ പറയാണ്. എന്നാലും മോൾക്ക് അമ്മേനെയും കൂട്ടി ഇങ്ങോട്ട് വരായിരുന്നു. ഓ ഇവന് നിന്റെ മോളുടെ അമ്മേനെ കാണാൻ ആക്രാന്തമാണെന്ന് പറയുമ്പോൾ കാർത്തിക ചിരിക്കണം. അയ്യോ ആക്രാന്തം ഒന്നല്ല മോളെ, അമ്മച്ച എന്താണ് നാളെ രാവിലെ കല്യാണം നടക്കാൻ പോവല്ലേ? അതേ മോളെ, രജിസ്റ്റർ ഓഫീസിൽ ചെറിയൊരു ചടങ്ങ് നടത്തണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലിൽ നല്ല ആഡംബരമായിട്ട് ഭക്ഷണവും അലങ്കാരപ്പണി എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റിയ ബുഫേ ഇല്ലേ, അതാണ് ഞാൻ ചെയ്തു വെച്ചേക്കണത്. എനിക്ക് മനസ്സിലായച്ചാ. എന്തായാലും ഞാൻ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഹോട്ടലിലേക്കാണ് പോകണത്, അപ്പം നാളെ രാവിലെ കാണാച്ച എന്ന് പറയാണ്. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ഒന്ന് ചിരിച്ചുകൊണ്ട് പൂച്ചത്തോടു കൂടി തന്നെ ചിരിക്കുവാട്ടാ. ആ സമയത്ത് കാർത്തിക പറഞ്ഞ, പിന്നെ അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും അപ്പോൾ തന്നെ ഞാനൊരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ചെന്നൈയിലേക്ക് പറഞ്ഞയക്കും. അല്ല മോളെ, അപ്പോൾ ഞങ്ങളൊന്നും വരണ്ടേ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോൾ, അയ്യോ എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അത് മതി. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നില്ലേ മോളെ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോൾ, അമേരിക്കയിലൊക്കെ പോകണം അമ്മമ്മേ, പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോവാം. ഇന്ന് ശരി അച്ഛാ, 9 മണിക്ക് ഫ്ലൈറ്റ്, നേരത്തെ എത്തണം, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക അവിടെ നിന്ന് പോകാട്ടോ. കാർത്തിക പോയി കഴിയുമ്പോഴേക്കും അമ്മമ്മ പറയുന്നുണ്ട്, ഹോ ഈ കല്യാണം ഒന്നും കഴിഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ നടക്കുന്നവരെ ഒരു സമാധാനം ഇടാ, എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് മുടങ്ങിപ്പോയാൽ എന്ത് ചെയ്യും അമ്മേ? ഇങ്ങനത്തെ അവലക്ഷണം പറഞ്ഞ വാക്കുകളൊന്നും പറയല്ലേ അമ്മേ, ഒരു കാരണം കൊണ്ട് മുടങ്ങില്ല, ഈ കല്യാണം നടന്നിരിക്കും, നമ്മുടെ ഭാഗ്യം തെളിഞ്ഞു അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം ചേർത്ത് പിടിക്കട്ടെ അമ്മമ്മേനെ. അതിനുശേഷം കാണിക്കുന്ന കിരണിനെ, സോറി നമ്മുടെ ലക്ഷ്മീനെയാണ്. ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തിക വരുന്നുണ്ട്. കാർത്തിക പറയുന്നുണ്ട്, ഞാൻ അമ്മേനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് 9 മണിക്ക് ഫ്ലൈറ്റിൽ അമ്മ വരുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കണത് എന്ന് പറയാണ്. അത് തന്നെ നന്നായി, മോളെ എൻ്റെ കൂടെ ഒന്ന് കാണുമല്ലോ. അല്ല നാളത്തോടെ എല്ലാം പൊളിക്കുവാണോ അമ്മേ? അമ്മയുടെ പ്ലാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും മോൾ ഇന്നിവിടെ ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് കിടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നാളെ രാവിലെ ഒന്ന് നടക്കാൻ പോവാം, അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ എല്ലാം മോളോട് പറയാം എന്ന് പറയാണ്. പിന്നെ ഒന്നും പൊളിക്കാനൊന്നും പോണില്ല മോളെ, അയാളെ ഇനിയും കുറച്ചുകൂടി അനുഭവിപ്പിക്കാനുണ്ട് എനിക്ക് എന്ന് പറയാണ്. അത് വേണം അമ്മേ, അയാൾ അത്രമാത്രമാണ് കല്യാണിൻ്റെ അമ്മേനെ ഉപദ്രവിച്ചിരിക്കുന്നത്, അതിന് അമ്മ തന്നെ പ്രതികാരം ചെയ്യണം. എല്ലാം ചെയ്യാൻ മോളെ, എന്തായാലും നാളെ രാവിലെ അയാൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട്. മോളെന്തായാലും വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഒന്ന് കിടന്നൊക്കെ ഉറങ്ങാം, കുറേ നാളായില്ലേ മോളുടെ കൂട്ടി ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികനെ ചേർത്ത് പിടിക്കാട്ടോ ലക്ഷ്മി. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ്. അവർ രണ്ടുപേരും പണി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ദീപ വരുന്നുണ്ട് ചായയായിട്ട്. മോനെ മോളെ ദേ ചായ എന്ന് പറയാണ്. അപ്പോഴേക്കും ദീപയുടെ ഫോൺ ബെല്ലടിക്കുവാട്ടോ. ദേ അയാളെ വിളിക്കുന്ന ആ പ്രകാശൻ, എടുക്കമ്മേ, എടുത്തിട്ട് ലൗഡ് സ്പീക്കറിലിട് എന്ന് കിരൺ പറയാണ്. അങ്ങനെ ദീപ ഫോൺ എടുത്തിട്ട് ലൗഡ് സ്പീക്കർ ഇടുന്നുണ്ട്. ഹലോ, ഹലോ എടി, നാളെ നീ കല്യാണത്തിന് വരില്ലേ? ഞാൻ നിന്നെ കല്യാണത്തിന് വരുന്നത്, നീ വരണം, നീ വന്നിട്ട് കല്യാണമൊക്കെ ഒന്ന് കാണണം. അത് മാത്രമല്ല നാളെ ഭക്ഷണമൊക്കെ 3 സ്റ്റാർ ഹോട്ടലില്ല, അവിടെ നീ നന്നിട്ട് പോകണം. ഞാൻ ഇവിടെ പട്ടിണി കിടക്കുമല്ല എന്ന് ദീപ പറയുമ്പോൾ, ആടി നീ കളിയാക്ക്, നന്നായിട്ട് കളിയാക്ക്, നാളെയൊക്കെ നിന്റെ കളിയാക്കേണ്ട അഹങ്കാരം ആടി, അഹങ്കാരം തീരാൻ പോവാടി എന്നൊക്കെ നമ്മുടെ പ്രകാശം പറഞ്ഞു. ഞാൻ നല്ല ആടത്തിയോ അതുപോലെ തന്നെ പ്രൗഢിയുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാടി മഹാലക്ഷ്മിനെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, അതെന്തിനാ എന്നെ വിളിച്ച് പറയാൻ നിൽക്കണത്? പിന്നെ എനിക്ക് മണിയറൊരുക്കണത് ആരാന്ന് നിനക്ക് അറിയാവോ? നിന്നെ പടിയടിച്ച് പിണ്ടം വെച്ച മകൻ വിക്രമാദിത്യൻ എന്ന് പറയുമ്പോൾ ദീപ് പറയുന്നത്, നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് എനിക്ക് ഫോം വെക്കണം എന്ന് പറഞ്ഞിട്ട് ദീപ് ഫോം വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അമ്മക്ക് വിഷമമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കാർത്തികയുടെ അമ്മയൊക്കെ പ്രകാശിനോട് ഒരുപാട് പകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് അവരെ തൊഴാനാ തോന്നുന്നത്. പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ പകയും ഇതൊക്കെ വേണ്ടത് അമ്മക്കാണ്. കാരണം അമ്മ എത്രമാത്രം അനുഭവിച്ചേക്കുന്നത്, അമ്മയും കല്യാണിയും ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കല്യാണിയുടെ പ്രസവം കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കല്യാണി അമ്മ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെ കാഴ്ചകൾ അമ്മ കണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അമ്മ അയാൾക്ക് ഒരു പകയും ചെയ്തിട്ടില്ല. ആ സമയത്ത് കല്യാണി പറയേണ്ടത് വേറൊന്നുമല്ല കിരണേട്ടാ, അച്ഛൻ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരും, ഞങ്ങളെ സ്നേഹിക്കുന്നൊരു പ്രതീക്ഷയായിരുന്നു അമ്മക്ക് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടേ. അത് മാത്രമല്ല വിക്രം കോടതി വെച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ ഒരുപാട് കരഞ്ഞല്ലോ. എന്തിനാ അമ്മേ അവനെ ഓർത്തിട്ട് അമ്മ കരയണത്? അമ്മ അവനെ തള്ളിക്കാണതല്ലേ, പിന്നെ അമ്മക്ക് അവനേക്കാളും നല്ലൊരു മകനെ കിട്ടിയില്ലേ? ഞാൻ അമ്മയുടെ മകനല്ലേ അമ്മേ? അതേ മോനെ, നീ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം. അവനേക്കാളും നല്ലൊരു മകനെ എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. എന്തായാലും നാളത്തോടെ ചിലപ്പോൾ നാടകമൊക്കെ പൊളിയുമായിരിക്കും, ചിലപ്പോൾ നാളത്തോടെ നാടകം പൊടിഞ്ഞെന്ന് വരും. എന്തായാലും നാളെ ഞാനും കല്യാണിയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അയാൾ എല്ലാം കുത്തുവാളെടുത്തിട്ട് അയാൾ നരകിക്കാൻ പോണ അവസ്ഥ കാണാനായിട്ട് എന്ന് കിരണും കല്യാണിയും കൂടി സംസാരിക്കുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.